മറ്റൊരു വാർത്തയിലേക്ക് പോകണം. പശ്ചിമേഷ്യ യുദ്ധഭീതി. യുഎസിന്റെ എബ്രഹാം ലിങ്കൻ എന്ന യുദ്ധക്കപ്പൽ ഇറാൻ ലക്ഷ്യമിട്ട് നീങ്ങി തുടങ്ങി. പുതിയ ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ നീങ്ങിയാൽ യുഎസിനും ഇസ്രായേലിനും തക്കതായ മറുപടി നൽകുമെന്ന് ഇറാൻ ഭരണകൂടം. അങ്ങനെ പരസ്പരമുള്ള ഏറ്റുമുട്ടൽ, വാക്കുകൾക്കുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു. ഇതിനിടയിൽ യൂറോപ്യൻ യൂണിയൻ ഇറാന് കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയെന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. എം ജി മിഥുൻ, ശരിയാണ്. മിഥുന്, യുദ്ധം ആസന്നമാണ് എന്നാണോ? സമാധാന ശ്രമങ്ങൾ എങ്ങും പുരോഗമിക്കുന്നില്ല. ട്രംപിന്റെ ഭീഷണി അത് ആവർത്തിക്കുന്നുണ്ട്. ഒട്ടും വിടാതെ ഇറാനും. രഞ്ജിത്ത്, ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾക്കായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, മറുവശത്ത് യുദ്ധസമാന ഭീതി അത് വളരെ രൂക്ഷമാകുന്നു എന്നുള്ളത് തന്നെയാണ്. ട്രംപ് ഒരു തരത്തിലും പിന്നോട്ടില്ല. അതായത് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതി അത് അംഗീകരിക്കുന്ന വരെ ഈ രീതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം കൂടി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. അതിനിടെ ഈ യുദ്ധസാധ്യത മുറുകുന്നതിനിടയിൽ അല്പസമയത്തിന് മുമ്പ് ഇത്തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് US നേവിയുടെ ആളില്ലാ വിമാനം ഇത്തരത്തിൽ നോർത്ത് റോപ്പ് ഗ്രമ്മൻ എന്ന MQ-4C ട്രൈറ്റൻ ആളില്ലാ വിമാനം ദീർഘനേരമായി ഇറാന്റെ ഈ തീരത്തിന് ചുറ്റും പറന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കടൽ നിരീക്ഷണത്തിലുള്ള ആളില്ലാ വിമാനമാണ് ഈ MQ-4C ട്രൈറ്റൻ എന്ന് പറയുന്നത്. അത് അവിടെ സുരക്ഷ സംബന്ധിച്ച് മറ്റേതെങ്കിലും തരത്തിൽ ത്രട്ടനിങ് ഉണ്ട് എങ്കിൽ അക്കാര്യങ്ങൾ വീക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് സാധാരണഗതിയിൽ ഈ വിമാനം വിന്യസിക്കുക. നമുക്കറിയാം, ഈ ഫ്ലൈറ്റ് റഡാറിലെ ഡേറ്റ പ്രകാരം പുലർച്ചെ 3:48 മുതൽ ഈ വിമാനം നിരന്തരം ഇറാന്റെ തീരത്ത് ഈ ഹോർമുസ് കടലിടുക്കിന് സമീപത്തായി, അതായത് അവിടേക്ക് പറന്നു വരുന്നു. അങ്ങനെ 3-4 തവണ ഈ ഒരു പരീക്ഷണ പറക്കൽ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ സഞ്ചാരപാതയിൽ, ഈ വിമാനത്തിന്റെ സഞ്ചാരപാതയിലാണ് ഇറാന്റെ ഡ്രോൺ വാഹിനി യുദ്ധക്കപ്പലായിട്ടുള്ള ഷാഹിദ് ബഹേരി നിലവിലുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ എബ്രഹാം ലിങ്കൻ യുദ്ധക്കപ്പൽ, യുഎസിന്റെ യുദ്ധക്കപ്പൽ ഇറാൻ തീരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുന്നുണ്ട്. അതിനും മുന്നോടിയായി തന്നെയാണ് ഇറാൻ അവിടെ അവരുടെ യുദ്ധവാഹിനിയായിട്ടുള്ള കപ്പൽ വിന്യസിക്കുകയും ചെയ്ത് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയായിരുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്ത്. ഈ കപ്പലിന്റെ വിന്യാസം, ഒപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിൽ ത്രട്ടനിങ് ഉണ്ടാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ വീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ആളിലെ വിമാനത്തെ ഉപയോഗിച്ചുകൊണ്ട് US നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ചില സമാധാനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഈ മോസ്കോയിലെ ക്രെംലിനെ കേന്ദ്രീകരിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും ഒപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു. ഇക്കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുകയും ഒപ്പം തന്നെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അന്തരീക്ഷം മാറ്റി ഈ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി എല്ലാവിധ വാഗ്ദാനങ്ങളും റഷ്യ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ജോർദാനിലെയും ഖത്തറിലെയും ഡീഗോ ഗാർഷിയയിലെയും അമേരിക്കൻ വ്യോമത്താവളങ്ങളിലേക്ക് നിരവധി പോർ വിമാനങ്ങൾ എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കം അത് വീണ്ടും US ഭാഗത്തു നിന്ന് നിരന്തരം ഇത്തരത്തിലുള്ള ഭീഷണി ഉയർത്തിയാൽ അതിന് തക്കതായ മറുപടി നൽകുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 6 മാസം മുമ്പ് ഒരു സംഘർഷ സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറാനെ ആക്രമിച്ച ആ ഒരു 12 ദിവസത്തെ അറ്റാക്കിൽ നിരവധി പാഠങ്ങൾ തങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കരകയറി വരികയായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി ഏതൊരു ആക്രമണം ഉണ്ടായാലും അതിന് തക്കതായ രീതിയിലുള്ള മറുപടി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണ്. ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കുപോക്കുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവർ പറയുന്ന ഒരു കാര്യം, പരസ്പരം പ്രയോജനകരമായിട്ടുള്ള ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു ആണവ കരാറിനെയാണ് ഞങ്ങൾ ഇപ്പോഴും അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഭീഷണിയില്ലാതെ, ബലപ്രയോഗങ്ങളില്ലാതെ തുല്യ പരിഗണനയുള്ള കരാറാകണം US മുന്നോട്ട് വെക്കേണ്ടത്. അതല്ലാതെ ഈ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനുള്ള കരാറിൻ്റെ ഇറാന്റെ അവകാശം അത് ഉറപ്പാക്കുകയും വേണം ഈ കരാറിൽ എന്നുള്ളതാണ്. അതല്ലാതെ ഇപ്പോൾ US മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ പദ്ധതിയിൽ അല്ലെങ്കിൽ ആ ഒരു കരാറുമായി ഒരു തരത്തിലും അംഗീകരിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളത് തന്നെയാണ്. ആണവ പദ്ധതി സംബന്ധിച്ച പുതിയ കരാറിന് വഴങ്ങില്ല എന്നും ഒരിക്കൽ കൂടി ഈ ട്രംപിന്റെ മുന്നറിയിപ്പിന് മറുപടിയായി ഇറാന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇരു രാജ്യങ്ങളും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. യുദ്ധ സാഹചര്യം പശ്ചിമേഷ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് US യുദ്ധവാഹിനികൾ കൂടുതൽ അവിടേക്ക് എത്തുന്നു, പോർ വിമാനങ്ങൾ അവിടേക്ക് എത്തുന്നു. ആളില്ലാ വിമാനം ഉപയോഗിച്ചുകൊണ്ട്
നിരീക്ഷണ പറക്കലുകൾ നടക്കുന്നു. ഒപ്പം തന്നെ ഇറാന്റെ യുദ്ധവാഹിനി കപ്പലായ ഷഹീദ് ബഹേരിയെ കേന്ദ്രീകരിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അവിടെ എന്തൊക്കെയാണ് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു നീക്കം ഇപ്പോൾ യുഎസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരിടത്ത് മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ യുക്രൈൻ പ്രസിഡന്റിനെ സമാധാന ചർച്ചകൾക്കായി റഷ്യ ക്ഷണിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. സെലൻസ്കിയെ പുടിൻ കണ്ടേക്കും. അതിശൈത്യം കണക്കിലെടുത്ത് ഒരാഴ്ച വെടിനിർത്തലിന് സെലൻസ്കി സമ്മതിച്ചുവെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. മിഥുന്, ഒരു ഭാഗത്ത് അമേരിക്ക യുദ്ധത്തിൽ തയ്യാറെടുക്കുമ്പോൾ മറുഭാഗത്ത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമമുണ്ട്. പലവട്ടം ചർച്ചകൾ നടത്തിയിരുന്നു. ഇപ്പോൾ റഷ്യയും വ്ളാഡിമിർ പുടിനും ഏതാണ്ട് അതേ മനസ്സോടെയാണ് എന്നാണോ? അതായത് അതിശൈത്യമാണ് ഇരു രാജ്യങ്ങൾ നേരിടുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരു ആഴ്ച കാലത്തേക്ക് ഒരു താൽക്കാലിക വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് പുടിനും ഒപ്പം തന്നെ സെലൻസ്കിയും ഈ ഒരു വിഷയത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മധ്യസ്ഥതയിലൊക്കെ ചർച്ചകൾ ഇതിനോടകം തന്നെ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ഈ ഒരു കല്ലുകടിയായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം റഷ്യ പിടിച്ചടക്കിയിട്ടുള്ള ആ സ്ഥലങ്ങൾ, ആ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയിലെത്താൻ ഇതുവരെയും ഈ രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. റഷ്യ ഇപ്പോഴും ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. തങ്ങൾ പിടിച്ചടക്കിയിട്ടുള്ള ഡോൺബോസ് അടക്കമുള്ള മേഖലകൾ അത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അത് ഞങ്ങളുടെ കൈവശമാണ്, തങ്ങളുടെ അധീനതയിലാണ് ആ പ്രദേശങ്ങളുള്ളത്, തങ്ങളുടെ സൈന്യമാണ് അവിടെ ഉള്ളത്, അവിടെ യുക്രൈനെ സംബന്ധിച്ച് ഇനിയൊരു സാധ്യത അവിടേക്ക് തിരിച്ചു വരിക എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് ഈ മധ്യസ്ഥ ചർച്ചകളിലൊക്കെ റഷ്യ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ചർച്ചയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പുടിൻ ഈ ഒരു ഒരാഴ്ച കാലത്തെ വെടിനിർത്തലിന്, ഒരു താൽക്കാലിക വെടിനിർത്തലിന് അംഗീകാരം നൽകിയതായിട്ടുള്ള ഒരു വിവരമാണ് പുറത്തു വരികയും ചെയ്യുന്നത്. അത് യുഎസ് പ്രസിഡന്റ് പറയുന്ന അനുസരിച്ച് അത് എല്ലാ കാലത്തെയുമായി, അതായത് ഒരു ദീർഘകാലത്തെ വെടിനിർത്തലിലേക്ക് അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് പോകും. ഈ ഒരാഴ്ച വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഷ്യ ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. അതായത് വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്. പ്രത്യേകിച്ച് വ്ളാഡിമിർ സെലൻസ്കിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. റഷ്യൻ പ്രസിഡന്റും വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച വൈകാതെ ഉണ്ടാകുമെന്ന് പറയുന്നു. അതിനായി മോസ്കോയിലേക്ക് സെലൻസ്കിയെ വീണ്ടും റഷ്യ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു മറുപടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം ഇതുവരെയും സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളിലും സമാന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതായത് മോസ്കോയിലേക്ക് പോയി ചർച്ച നടത്താൻ തങ്ങൾ തയ്യാറല്ല എന്ന ഉറച്ച നിലപാട് സെലൻസ്കിയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതല്ല മറ്റേതെങ്കിലും ഒരു പ്രദേശത്ത്, നേരത്തെ നമുക്കറിയാം പല രാജ്യങ്ങളും കേന്ദ്രീകരിച്ച ഒരു മധ്യസ്ഥ ചർച്ച നടത്താം. അവിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു അധ്യക്ഷതയിൽ ഈ 3 രാഷ്ട്രത്തലവന്മാരും ചേർന്നുകൊണ്ടുള്ള ഒരു ത്രികക്ഷി കൂടിയാലോചന അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് സ്കോപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അതിന് റഷ്യ തയ്യാറാവുകയും ചെയ്യാത്ത വന്നതോടുകൂടിയാണ് ആ ഒരു ചർച്ചയൊക്കെ വഴിമുട്ടി പോവുകയും ചെയ്തത്. എന്തായാലും ഇപ്പോഴും റഷ്യ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മോസ്കോയിലേക്ക് വന്നാൽ ചർച്ചയാകാമെന്നുള്ള നിലപാടാണ് റഷ്യ. ശരി മിഥുൻ, മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക്